ആകാശവാണി ജില്ലാ വൃത്താന്തം. ഇന്ന് ഇടുക്കി ജില്ല. ജില്ലാ വിശേഷങ്ങളുമായി ആകാശവാണി പ്രതിനിധി രതീഷ് കൃഷ്ണ. കേന്ദ്ര ഗവൺമെന്റിന്റെ വികസന പദ്ധതികളും ജനക്ഷേമ പദ്ധതികളും സമൂഹത്തിന്റെ എല്ലാ തലങ്ങളിലും എത്തിക്കുക എന്ന ലക്ഷ്യത്തോടെ ആവിഷ്കരിച്ച് നടപ്പാക്കിയ വികസിത് ഭാരത് സങ്കല്പ യാത്രയുടെ പര്യടനം ഇടുക്കി ജില്ലയിൽ പൂർത്തിയായി. ജില്ലയിലെ നഗര ഗ്രാമീണ മേഖലകളിലടക്കം 57 സ്ഥലങ്ങളിലെത്തിയ യാത്രയ്ക്ക് മികച്ച സ്വീകരണമാണ് ലഭിച്ചത്. 2023 ഡിസംബർ 4 കോടിക്കുളം ഗ്രാമപഞ്ചായത്തിൽ നിന്നായിരുന്നു യാത്രയുടെ തുടക്കം. 52 ദിവസങ്ങൾക്കിടെ തൊടുപുഴ, കട്ടപ്പന നഗരസഭകളിലെ 5 ഇടങ്ങളിലും 52 ഗ്രാമപഞ്ചായത്തുകളിലും യാത്ര എത്തി. കർഷകർ, ഹരിതകർമ്മ സേനാംഗങ്ങൾ, കുടുംബശ്രീ അംഗങ്ങൾ, വിവിധ മേഖലകളിലെ തൊഴിലാളികൾ, വീട്ടമ്മമാർ തുടങ്ങി സമൂഹത്തിന്റെ നാനാ തുറകളിലുള്ളവരും യാത്രയുടെ ഭാഗമായി. ഇക്കഴിഞ്ഞ വർഷം ഇടുക്കിയിലെ വിവിധ ടൂറിസം കേന്ദ്രങ്ങൾ സന്ദർശിക്കാനെത്തിയത് 36 ലക്ഷത്തിൽ പരം സഞ്ചാരികളാണ്. 2023 ജനുവരി മുതൽ ഡിസംബർ വരെയുള്ള കണക്കുകളാണിത്. ജില്ലയിലെ DTPCയുടെ കീഴിലുള്ള പ്രധാന ടൂറിസം കേന്ദ്രങ്ങളിൽ മാത്രം 28,79,571 പേർ സന്ദർശനം നടത്തി. വനം വകുപ്പിന്റെ മൂന്നാർ രാജമല പാർക്കിൽ 6.22 ലക്ഷം സഞ്ചാരികളും ചെറുതോണി ഡാമിൽ 1.20 ലക്ഷം സഞ്ചാരികളും എത്തി. ഏറ്റവും കൂടുതൽ സഞ്ചാരികളെത്തിയ വാഗമൺ മൊട്ടക്കുന്നിൽ 8,82,747 പേർ സന്ദർശനം നടത്തി. വാഗമൺ അഡ്വഞ്ചർ പാർക്കിൽ 6,42,975 പേരാണ് എത്തിയത്. സൂക്ഷ്മ, ചെറുകിട, ഇടത്തരം സംരംഭങ്ങളെ അപ്രതീക്ഷിത അപകടങ്ങളിൽ നിന്ന് സംരക്ഷിക്കാനും നഷ്ടങ്ങളിൽ നിന്ന് കരകയറ്റാനും വ്യവസായ വാണിജ്യ വകുപ്പ് ഇൻഷുറൻസ് പരിരക്ഷയൊരുക്കി. പ്രകൃതി ദുരന്തങ്ങൾ, തീപിടുത്തം, മോഷണം, അപകടങ്ങൾ, വിപണിയിലെ ഏറ്റക്കുറച്ചിലുകൾ തുടങ്ങിയവ മൂലം സംരംഭങ്ങൾക്കുണ്ടാകുന്ന ദീർഘകാല നഷ്ടങ്ങൾക്ക് പരിഹാരമാണ് ഇൻഷുറൻസ് പരിരക്ഷ. ഇടുക്കി, വയനാട് പോലെ മലയോര ജില്ലകളിൽ തുടർച്ചയായി ഉണ്ടാകുന്ന പ്രകൃതി ദുരന്തം മൂലം തകർച്ച നേരിടുന്ന സംരംഭങ്ങൾക്ക് പദ്ധതി ഏറെ സഹായകരമാകും. ഇടുക്കി, എറണാകുളം ജില്ലകളുടെ അതിർത്തിയായ കുമാരമംഗലം, പൈങ്ങോട്ടൂർ പഞ്ചായത്തുകളെ ബന്ധിപ്പിച്ച് കാളിയാർ പുഴയ്ക്ക് കുറുകെ സ്ഥാപിക്കുന്ന ചെക്ക് ഡാമിന്റെയും അനുബന്ധ പാലത്തിന്റെയും നിർമ്മാണോദ്ഘാടനം മന്ത്രി റോഷി അഗസ്റ്റിൻ നിർവഹിച്ചു. കഴിയുന്നത്ര ജലസ്രോതസ്സുകളെ ശാസ്ത്രീയമായും പൂർണ്ണമായും പ്രയോജനപ്പെടുത്തി കുടിവെള്ളത്തിനും ജലസേചനത്തിനും ഉപയോഗപ്പെടുത്താനാണ് സർക്കാർ ശ്രമിക്കുന്നത്. കാളിയാർ പുഴയിലെ ചെക്ക് ഡാമിന്റെയും അനുബന്ധ പാലത്തിന്റെയും നിർമ്മാണം പൂർത്തീകരിക്കുന്നതോടെ പ്രദേശത്തെ ശുദ്ധജല വിതരണവും യാത്രാ സൗകര്യവും മെച്ചപ്പെടും. കൂടാതെ 260 ഹെക്ടർ കൃഷിഭൂമിക്കും ഇതിന്റെ പ്രയോജനം ലഭിക്കുമെന്നും മന്ത്രി പറഞ്ഞു. ഈ വർഷം ആദ്യമായി മൂന്നാറിൽ താപനില 0-ന് താഴെയെത്തി. ഇതേ തുടർന്ന് തെക്കിന്റെ കാശ്മീർ എന്ന് സഞ്ചാരികൾ ഇഷ്ടത്തോടെ വിളിക്കുന്ന മൂന്നാറിലേക്ക് തണുപ്പ് ആസ്വദിക്കാനെത്തുന്നവരുടെ തിരക്കും വർദ്ധിച്ചു. താപനില 0-ന് താഴെ എത്തിയ പ്രദേശങ്ങളിലെ പുൽമേടുകളിൽ പുലർകാലത്ത് വെള്ളം തണുത്തുറഞ്ഞ നിലയിലായിരുന്നു. ഇടുക്കി മലങ്കര ഡാമിൽ നിന്ന് ചെളിയും എക്കലും നീക്കി സംഭരണശേഷി വർദ്ധിപ്പിക്കുന്നതിന് നടപടി സ്വീകരിക്കാൻ മന്ത്രി റോഷി അഗസ്റ്റിൻ നിർദ്ദേശം നൽകി. സംഭരണശേഷിയുടെ 49% ചെളിയും മണലും എക്കലും നിറഞ്ഞതായി കണ്ടെത്തിയതിനെ തുടർന്നാണ് നടപടി. മലങ്കര ജലാശയത്തിന്റെ സംഭരണശേഷി 36.36 ദശലക്ഷം ഘനമീറ്ററാണ്. എന്നാൽ കാലങ്ങളായി എക്കലും ചെളിയും മണലും അടിഞ്ഞുകൂടിയതിനെ തുടർന്ന് സംഭരണശേഷി 51% കുറഞ്ഞു. വിനോദസഞ്ചാരികളുടെ ഇഷ്ടകേന്ദ്രമായ ഇരവികുളം ദേശീയോദ്യാനം അടച്ചു. വരയാടിൻ കുഞ്ഞുങ്ങളെ പാർക്കിൽ കണ്ടെത്തിയതോടെയാണ് ദേശീയോദ്യാനം 2 മാസത്തേക്ക് അടച്ചിടാൻ ചീഫ് വൈൽഡ് ലൈഫ് വാർഡൻ ഉത്തരവ് പുറപ്പെടുവിച്ചത്. കുഞ്ഞുങ്ങളുടെ സുരക്ഷ ഉറപ്പുവരുത്തുന്നതോടൊപ്പം വരയാടുകളുടെ പ്രജനനം സുഗമമായി നടത്തുന്നതിനാണ് പാർക്ക് അടച്ചിടുന്നത്. ഈ കാലയളവിൽ വിനോദസഞ്ചാരികൾക്ക് പാർക്കിൽ പ്രവേശനം ഉണ്ടായിരിക്കുന്നതല്ല. ഏപ്രിൽ പകുതിയോടെ പുതിയ അതിഥികളുമായി പാർക്ക് വീണ്ടും തുറക്കും. നെടുങ്കണ്ടം ഗ്രാമപഞ്ചായത്തിലെ കിഴക്കേക്കവലയിൽ അന്താരാഷ്ട്ര നിലവാരത്തിൽ നിർമ്മിച്ച സിന്തറ്റിക് ട്രാക്കോട് കൂടിയ ഹൈ ആൾട്ടിറ്റ്യൂഡ് സ്റ്റേഡിയത്തിന്റെ ഉദ്ഘാടനം മന്ത്രി വി അബ്ദുറഹ്മാൻ നിർവഹിച്ചു. വികേന്ദ്രീകൃത ആസൂത്രണത്തിലൂടെ മികച്ച കായിക സൗകര്യങ്ങൾ പഞ്ചായത്ത് തലത്തിൽ എത്തിക്കാനാണ് സർക്കാർ ശ്രമമെന്ന് മന്ത്രി പറഞ്ഞു. ഇടുക്കിയുടെ കായിക ഭൂപടത്തിൽ ഏറ്റവും ശ്രദ്ധേയമായ ഇടമായി നെടുങ്കണ്ടം പഞ്ചായത്ത് സ്റ്റേഡിയം മാറും. ജില്ലാ വൃത്താന്തം സമാപിച്ചു.